പിന്നെന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കും തിളക്കത്തുള്ള സാധനം ചെയ്യണൊക്കെ. അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സാങ്കേതികമായി ചെയ്യണതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം ഇതാണ്. എന്താണ്? അവരൊക്കെ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യണം, ഹ്യൂമൻ ലവ്. അല്ലെങ്കിൽ അവർ പറയും, ഇതിങ്ങനെ ചെയ്താൽ ഈ 10 കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും. അല്ല, അപ്പോൾ അവർക്ക് ആരോടാ സ്നേഹം? ദൈവത്തോടല്ലല്ല, പരീക്ഷയ്ക്ക് ജയിക്കുന്നതാണ് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല. ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്ട്. ഇനി നമ്മൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ, നിൻ്റെ സ്നേഹത്തെ ഇത് തിളക്കുന്നതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, കർത്താവേ, എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം. കേട്ടാ, കാര്യങ്ങൾ പോകണ്ട. ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജപ്തിയായിട്ട് പുറത്തിറങ്ങാനാണ് നിൻ്റെ തിരുമനസ്സെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീയാണെങ്കിൽ എന്നെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ അറിയാം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെട്ടികളെ കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ അളക്കണത് ഒരു പ്രശ്നമാണ്. ഈ അളവുകാർ ഒത്തിരി പേരുണ്ട്. ഈ തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസറും മാത്രമല്ല, മൊത്തം ആൾക്കാരും അളവുകാരാണ്. എന്താ കാര്യം? അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ അളക്കുമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ അളക്കും. ചിലർ ഉടമ്പ് എടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട്, അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറയണത്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ, ആദ്യം എൻ്റെ രോഗമൊന്ന് ശമനം വരട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ? നിങ്ങൾ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങളെ ദൈവം അളന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അളവുകാരുണ്ടാകുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ അളക്കുന്ന അളവ് കോൽ കൊണ്ട് തന്നെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, പറഞ്ഞേ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. നീ കാണിക്കുന്ന അടയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആശ്വാസത്തിനേക്കാൾ ഉപരി എൻ്റെ ലക്ഷ്യം നീയാണ്. പറഞ്ഞേ, എൻ്റെ കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ലക്ഷ്യം നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഏത് കാലാവസ്ഥയിലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. അതിനുള്ള കഴിവും അരൂപിയും കർത്താവേ എനിക്ക് നൽകണമേ, കർത്താവേ എനിക്ക് നൽകണമേ. ശ്രുതികളെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന.